നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയിൽ പല സമരങ്ങളും ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ സംഘികൾ പൊതുവെ പറയാറുള്ള ചില ആരോപണങ്ങളുണ്ട്. ഇത് തുക്കടെ തുക്കടെ ഗ്യാങ് ആണ്, അർബൻ നക്സലാണ്, ഇതിൻ്റെ പിന്നിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഭാഗ്യശക്തികളുടെ കൈയുണ്ട് എന്ന തരത്തിലൊക്കെ. തുടക്ക സമയത്ത് ആളുകൾ അതൊന്നും അത്ര വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ സംഘികൾ പറഞ്ഞത് സത്യമാണ് എന്ന തരത്തിലേക്കാണ് പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വെളിവായത്. അതിൻ്റെ ഉദാഹരണം 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഒരുപാട് സമരങ്ങൾ ഇതിനകം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരം, അത് വെറുതെ ആയിരുന്നു എന്നും വെറുതെ ഒരു പ്രഹസനമായിരുന്നു എന്നും ഇന്നിപ്പോൾ സാധാരണപ്പെട്ട എല്ലാവർക്കും അറിയാം. അതിനുശേഷം കാർഷിക ബില്ലിനെതിരെയുള്ള സമരം നടന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെയുള്ള സമരം നടന്നു. മുത്തലാഖ് നിരോധന ബില്ല് വന്നപ്പോൾ അതിനെതിരെയുള്ള സമരം നടന്നു. ഏറ്റവും ഒടുവിൽ ഇതായപ്പോൾ നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞൊരു സമരം നടക്കുന്നു. അപ്പോൾ ഈ സമയങ്ങളെല്ലാം നോക്കുക, നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ആ ഒരു പോയിന്റിൽ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്, അന്നും നിൽപ്പുണ്ട്. പക്ഷേ അതിനെതിരെ മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്ന ആളുകൾ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ കൃത്യമായ ഇടവേളകളിൽ മാറിക്കൊണ്ടിരുന്നു. ആദ്യം അത് കനയ്യകുമാറായി. അയാൾക്ക് കിട്ടിയ പോലെ ഒരു മാധ്യമ ശ്രദ്ധ കഴിഞ്ഞ 10-15 വർഷത്തിനിടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് പോലും കിട്ടിയിട്ടില്ല. കാരണം അയാളെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ പുതിയ ചെഗുവേര ഇതാ ഉദയം കൊണ്ടിരിക്കുന്നു, ഇനി നരേന്ദ്രമോദിക്ക് ഉറക്കമില്ല എന്നായിരുന്നു. കനയ്യകുമാർ, ഹാർദിക് പട്ടേൽ, ജിഗ്നേഷ് മേവാനി, ചന്ദ്രശേഖർ ആസാദ്, അരവിന്ദ് കെജ്രിവാൾ, അങ്ങനെ എത്ര പേരായിരുന്നു എന്ന് ഓർക്കുക. അവരൊക്കെ ഇപ്പോൾ എവിടെ കിടക്കുന്നു? രാഷ്ട്രീയമായിട്ട് പോലും നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു തണ്ടിയല്ല എന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി. അതിൽ പലരും ഒടുവിൽ BJPയുടെ ഒപ്പം ചേരുന്ന കാഴ്ചയും കണ്ടു. ഹാർദിക് പട്ടേലിനെ പോലുള്ളവരൊക്കെ. കനയ്യകുമാരാണെങ്കിൽ BJPയോട് മത്സരിച്ച് 4 ലക്ഷം വോട്ടിന് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവരൊക്കെ പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സമരം നടത്തുമ്പോഴൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നീട് ഇവരുടെ ഉള്ളിലുള്ള തനി നിറം ജനങ്ങൾ കാണാൻ തുടങ്ങി. അതായത് ഇവർ ആസാദി മുദ്രാവാക്യമായിട്ട് വന്നു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുക്കടെ തുക്കടെ ഗ്യാങ്ങിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണ്. നമുക്ക് 10-28 സംസ്ഥാനങ്ങളും ഏതാനും കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെയൊക്കെ 10-18 മുറിച്ച് ഓരോ ഭാഗത്തിനും ആസാദി അഥവാ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തിന്? കൊല്ലത്തിന് വരെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന തരത്തിലൊരു താർത്ത ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ വെട്ടിമുറിക്കുക എന്നതാണ് ഇവരുടെ ആവശ്യം. അതിലേക്കാണ് ഏത് വിഷയമാണെങ്കിലും അവസാനം എത്തിച്ചേരുന്നത് അവിടേക്കാണ്. അപ്പോൾ തുടക്ക സമയം മുതലേ ഇവർ സമരത്തിന് വേണ്ടി ആളുകൂട്ടും, പാട്ട് പാടും, ഡാൻസ് ചെയ്യും. പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാവണമെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള, ഇഷ്ടമുള്ള, സെലിബ്രിറ്റികൾ ആയിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ വേണം. അതിനവർ വെറുതെ ചെയ്യില്ല. അവർ ഷോ ബിസിനസ് ചെയ്യുന്നവരാണ്, അവർക്ക് എല്ലാത്തിനും പണം വേണം. ഒരു ഉദ്ഘാടനം നടത്താൻ പോകണമെങ്കിൽ കൂടി ലക്ഷങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും വെറുതെ ഒന്നും ചെയ്യില്ല. അതിനി എന്ത് മലമറിക്കുന്ന കാര്യമാണെങ്കിലും ശരി, പണം കിട്ടാതെ അവരൊരു പണിയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോടികൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഓർക്കുന്നുണ്ടോ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അന്ന് JNU ആയിരുന്നു അതിൻ്റെ പ്രധാന സമര കേന്ദ്രം. ഇവരുടെയൊക്കെ JNU ഒരു സമയത്ത് ഈ അർബൻ നക്സലുകളുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു. അപ്പോൾ അവിടെ വന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 6 കോടിയോളം രൂപ ദീപിക പദുക്കോണിന് കൊടുത്തു എന്നാണ് പിന്നീട് മാധ്യമ വാർത്തകളൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് അവർക്ക് വേണ്ടി ഇറങ്ങിയിരുന്നവരെ നോക്കുക: ദീപിക പദുക്കോൺ, തപസി പന്നു, അനുരാഗ് കശ്യപ്, അതേപോലെ തന്നെ പ്രകാശ് രാജ്. ഇനി ഇവിടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ, ടൊവിനോ തോമസ്, പിന്നെ വേലങ്കുലിയില്ലാതെ നടക്കുന്നൊരു ലക്ഷദ്വീപുകാരിയുണ്ട് ഐഷ സുൽത്താന, പിന്നെ നിമിഷ സജയൻ. അങ്ങനെ കുറേ ഒരു 10-25 നടീനടന്മാർ ഇവിടെ നിന്നും സേവ് ലക്ഷദ്വീപ് പോലുള്ള ക്യാമ്പയിനൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും എത്ര നടന്ന നടിമാരും ഒക്കെ ഉണ്ടെന്നും. അപ്പോൾ ഇത്തരം ആളുകളായിരുന്നു അന്നൊക്കെ ഇവരിറക്കിക്കൊണ്ടിരുന്നത് ഈ ടൂൾ കിറ്റിന് വേണ്ടിയിട്ട്. അതൊക്കെ കൃത്യമായിട്ട് ഒരാൾ ഒരു സമയത്തേക്ക് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായ ഇടവേളകളിൽ ബാക്കി എല്ലാവരും ഇടുകയായി. ഒരേപോലെയാണ് വരുന്നത്, ഒരേ മാറ്ററും ആയിരിക്കും. അതോടുവിൽ ഈ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടാത്ത പലസ്തീൻ വിഷയത്തിൽ പോലും നമ്മളത് കാണുകയുണ്ടായി. അന്ന് ദുൽഖർ സൽമാനൊക്കെ ആയിരുന്നു അത് ചെയ്തിരുന്നത്. അന്ന് ഇത്തരം ആളുകളുടെ കയ്യിൽ പണമുണ്ടായിരുന്നു. അത് സോറോസിൻ്റെ ഫണ്ടായിട്ടും അല്ലാതെ FCRA ഫണ്ടുകൾ വഴിയൊക്കെ ഇവിടേക്ക് വന്ന പണമാണ് അവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ നോക്കുക, ഇത്തരം ഫണ്ടുകളിലെല്ലാം കേന്ദ്രത്തിൻ്റെ അതികർശനമായിട്ടുള്ള നിരീക്ഷണമുണ്ട്. അങ്ങനെ ഇങ്ങോട്ടേക്ക് കണക്കില്ലാത്ത പണമൊന്നും ഇപ്പോൾ ഫണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പണം ഇല്ലാതെ തികയാതെ വന്നു. അപ്പോൾ നോക്കൂ, 2ാം നിരയെന്നോ 3ാം നിരയെന്നോ അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റങ്ങൾ എന്നൊക്കെ പറയാവുന്ന കുറേ എണ്ണത്തിനെയാണ് ഇത്തവണ അവർ രംഗത്തിറക്കിയിരിക്കുന്നത്. പാട്ടുകാരി ജ്യോത്സന, ആങ്കറായിട്ട് നടന്ന രഞ്ജിനി ഹരിദാസ്, പിന്നെ നോക്കുക പൂനം പാണ്ഡെ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഔട്ട് നടി, പിന്നെ
സ്വര ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു നടി. സ്വര ഭാസ്കർ അല്ല, അവരുടെ പേര് മാറി, അവരിപ്പോൾ മുസ്ലിമായി. പക്ഷേ ഇപ്പോഴും സ്വര ഭാസ്കർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ സ്ത്രീ. പിന്നെ പ്രകാശ് രാജ് എല്ലാ കാലത്തും കാശ് കിട്ടിയാലും കാശ് കിട്ടിയില്ലെങ്കിലും പുള്ളി പോകും. കാരണം പുള്ളി നോക്കുന്ന ഒറ്റ ലക്ഷ്യമുള്ളൂ, ഏത് സമരമാണെങ്കിലും അത് മോദി സർക്കാരിനെതിരെ ആണെങ്കിൽ അയാൾ പോയി പിന്തുണ കൊടുക്കും. അപ്പോൾ അത്തരം ടീമുകളൊക്കെയാണ് ഇപ്പോൾ ഈ ടൂൾ കിറ്റുമായിട്ട് നടക്കുന്നത്. ദാരിദ്ര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. ജോൾസനൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയണമെങ്കിൽ എന്ന് ഓർത്ത് നോക്കിയേ. മാത്രമല്ല, ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാനൊരു രാജ്യവിരുദ്ധ അല്ല എന്നുകൂടി ജാമ്യം എടുക്കേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലാണ് അവർ. ഇപ്പോൾ ഈ രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞ ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഡൽഹിയിൽ പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗ് അടിക്കുന്നത്. നോക്കൂ, ഇവരൊന്നും ഇപ്പോൾ നിലവിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോകൾക്കോ ടെലിവിഷൻ ഷോയിലോ ഒന്നും ഇല്ലാത്ത, വേലയും കൂലിയും ഇല്ലാത്ത ആളുകളാണ് ഈ പറഞ്ഞ ടീമല്ല. അത് സ്വര ഭാസ്കർ ആണെങ്കിലും പൂനം പാട്ടയാണെങ്കിലും ഒക്കെ. പൂനം പാട്ടയൊക്കെ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നഗ്നയായിട്ട് നടക്കുമെന്നൊക്കെ വരെ പ്രഖ്യാപിച്ച ടീമാണെന്ന് ഓർക്കണം. അപ്പോൾ അത്തരം ആളുകളെ വരെ ഇപ്പോൾ ഇറക്കേണ്ട ഗതികെട്ട ദാരിദ്ര്യ അവസ്ഥയിലാണ് ഇവർ. മറ്റ് ആളുകൾക്ക് ഒരുപക്ഷെ പണം കിട്ടാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ തങ്ങളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാവാം. എന്തായാലും അത്തരം അഭ്യാസങ്ങളായിട്ട് ഇപ്പോൾ വരുന്നില്ല. ഒരിക്കൽ ഇവരുടെയൊക്കെ ചട്ടുകമായതിനാൽ തൻ്റെ സിനിമാ കരിയർ പോലും തൃശങ്കു സ്വർഗത്തിൽ അല്ലെങ്കിൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പൃഥ്വിരാജിനെ നമ്മൾ ഒരു സൈഡിൽ കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ചില ആളുകളാണ് ഇപ്പോൾ ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് കാണുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തുക്കടെ ഗ്യാങ്, അർബൻ നക്സൽ, അങ്ങനെ കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ സംഘിൽ വെറുതെ പറയുന്നതാണ് എന്ന് ചിന്തിച്ചിരുന്നവർ പോലും ഈ മുഴുവൻ കാര്യങ്ങളും ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രാജ്യത്ത് സമരങ്ങൾ എന്ന പേരിൽ അരങ്ങേറിയിരുന്നതെല്ലാം യഥാർത്ഥത്തിൽ ഭരിക്കുന്നവർക്കെതിരെയായിരുന്നോ അതോ നമ്മുടെ സ്വന്തം രാജ്യത്തിനെതിരെയായിരുന്നോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും.